ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓപ്പറേറ്റേഴ്സിനെ കുറിച്ച് ആണ്. കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ വീഡിയോ നമ്മൾ പഠിച്ചത് ഏതാ, അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ്. അതുപോലെ തന്നെ നമുക്ക് ഇനിയും എന്ത് ചെയ്യുന്നുണ്ട്, ഓപ്പറേറ്റേഴ്സ് വരുന്നുണ്ട്. ആ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഓപ്പറേറ്റേഴ്സിനെ വെച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. നേരത്തെ കണ്ടതുപോലെ സിമ്പിൾ ആണ് എല്ലാ കാര്യങ്ങളും. അതുപോലെ ഇതും ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ്. ഇനി കുറച്ച് ഓപ്പറേറ്റേഴ്സ് പഠിക്കാൻ വന്നിട്ട് നമുക്ക് കുറച്ച് കണ്ടീഷൻസ് ഉണ്ടാവും അല്ലേ. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ നമുക്കൊരു കണ്ടീഷൻ എന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ഇപ്പൊ ഞാൻ ഈ വീഡിയോ എടുക്കണമെങ്കിൽ ഞാൻ കണ്ടീഷൻ വെക്കണം. അതായത് അടുത്ത വീഡിയോ ഞാൻ എടുക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, ലൈക്ക് ചെയ്തിരിക്കണം, സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ അടുത്ത വീഡിയോ ഞാൻ എടുക്കുള്ളൂ എന്നുള്ള ഒരു കണ്ടീഷൻ ഞാൻ വെക്കുകയാണെങ്കിൽ, അപ്പൊ അതാണ് ഒരു കണ്ടീഷൻ. അതിനൊരു സ്റ്റേറ്റ്മെന്റ് വേണം. സ്റ്റേറ്റ്മെന്റ് ആണ് എന്ത്, ഞാൻ അടുത്ത വീഡിയോ എടുക്കും. അതായത് ഈ പാർട്ട് 7 എന്നുള്ള വീഡിയോ എടുക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, നിങ്ങൾ എന്ത് ചെയ്യണം, ഈ വീഡിയോ ലൈക്ക് ചെയ്തിരിക്കണം അല്ലെങ്കിൽ കമന്റ് ചെയ്തിരിക്കണം എന്നുള്ള ഒരു കണ്ടീഷൻ വെക്കുകയാണെങ്കിൽ അടുത്ത വീഡിയോയിൽ ഞാൻ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും, അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ചെയ്തിരിക്കും, അത് സ്റ്റേറ്റ്മെന്റ്. അതുപോലെ ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും. നിങ്ങളിപ്പോൾ ലൈക്ക് അടിച്ചില്ല എന്ന് വെച്ചിട്ട് നിങ്ങൾ ബേജാറാവണ്ട. ലൈക്ക് അടിച്ചാൽ അല്ലെങ്കിൽ നമ്മൾ അടുത്ത വീഡിയോ എന്ത് ചെയ്യും. പക്ഷെ എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യാം, നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ലൈക്ക് ക്ലിക്ക് ചെയ്യണം, അതുപോലെ കമന്റ് ചെയ്തിരിക്കണം. ഓക്കെ ഇതാണ് കണ്ടീഷൻ. പിന്നെ അതുപോലെ സ്റ്റേറ്റ്മെന്റ് മാറും. അതുപോലുള്ള ഒരു കൺസെപ്റ്റ് ആണ് നമുക്കുള്ളത്. അപ്പൊ അതിനു വേണ്ടി നമ്മൾ കുറച്ച് ഓപ്പറേറ്റേഴ്സ് ഉപയോഗിക്കണം അല്ലെ. അതാണ് കണ്ടീഷണൽ ഓപ്പറേറ്റർ എന്ന് പറയാം. അതിനു വേണ്ടി ഉപയോഗിക്കുന്ന കുറച്ച് ഓപ്പറേറ്റേഴ്സ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്താ പറയാ, നമുക്ക് കമ്പയർ ചെയ്യണം. ഒരു കമ്പാരിസൺ ഒരു ഓപ്പറേറ്ററിനും വേണ്ടി നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുന്നത്, നമുക്ക് ഈക്വൽ എന്നുള്ള ഒരു ഓപ്പറേറ്റർ ഉപയോഗിക്കണം. ഈക്വൽ എന്നുള്ളത് ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ആനയും പൂച്ചയും ഈക്വൽ ആണോ, നമുക്കത് ഇപ്പൊ കമ്പയർ ചെയ്യണം. നമുക്ക് നോർമലി നമ്മുടെ ലാംഗ്വേജിൽ പറയുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, അതായത് ആനയും പൂച്ചയും ഈക്വൽ അല്ല എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം, അല്ലെങ്കിൽ ഈക്വൽ ആണ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. പക്ഷെ നേരെ മറിച്ച് അത് കോഡിംഗ് ഭാഷയിൽ നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതിനൊരു ഓപ്പറേറ്റർ നമ്മൾ ഉപയോഗിക്കണം. ആ ഓപ്പറേറ്റർ ആണ് എന്ത്, ഈക്വൽ. ആ ഈക്വൽ എന്നുള്ളത് എങ്ങനെ കൊടുക്കുക, ഇതാണ് ഈക്വൽ. ഓക്കെ, ഇതാണ് നമ്മൾ ഈക്വൽ. കാരണം എന്താ വെച്ചാൽ നേരെ മറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു ഇതെന്താണ്, ഇത് അസൈൻ ആണ്. അതായത് 2 വര, ഇത് അസൈൻ ആണ് ശരിക്കും. ഇതാണ് ഈക്വൽ, മനസ്സിലായോ? ഇതാണ് ഈക്വൽ എന്നുള്ളത് നമ്മൾ കോഡിംഗ് ലാംഗ്വേജിൽ പറഞ്ഞു കൊടുക്കുന്നത് ഈക്വൽ. ഇത് വെച്ചിട്ട് നമ്മൾ ഓപ്പറേഷൻസ് ചെയ്യും, അത് ഞാൻ പറഞ്ഞിരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഒന്നാണ് ഈക്വൽ. ഇനി രണ്ടാമത്തെ ഒരു കണ്ടീഷനാണ് എന്ത്, നമ്മൾ ഈക്വൽ ആണോ എന്നുള്ളത് നോക്കി. അതായത് ആനയും പൂച്ചയും ഈക്വൽ ആണോ എന്നുള്ള രീതിയിലാണ് നോക്കിയത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ആന പൂച്ചയെക്കാളും വലുതാണ്. ഓക്കെ, മനസ്സിലായോ? ആന എന്താണ്, പൂച്ചയെക്കാളും വലുതാണ് എന്നുള്ളത് നമുക്ക് നോർമലി നമ്മുടെ ലാംഗ്വേജിൽ നമുക്ക് പറയാൻ പറ്റും. കോഡിംഗ് ലാംഗ്വേജ് എങ്ങനെ പറയാം, അതായത് നമുക്ക് ആന പൂച്ചയെക്കാൾ വലുതാണ് ഇതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്ത്, ഗ്രേറ്റർ ദാൻ. അതായത് വലുതാണ്, ആന വലുതാണ് പൂച്ചയെക്കാൾ എന്നുള്ളത് ഗ്രേറ്റർ ദാൻ. ഇതിനാണ് ഗ്രേറ്റർ ദാൻ പറയാ. ഇതിനെന്താ പറയാ, ഈക്വലിന് ഇതിനെ പറയാ. ഇതിന് ഗ്രേറ്റർ ദാൻ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇതിന് അസൈൻ ആണ്, ഇത് മനസ്സിലാക്കുക. അസൈന് വേറെ തന്നെയാണ്, ഈക്വൽ എന്നുള്ളത് വേറെ തന്നെയാണ്. ഓക്കെ, ഇനി ചെറുതാണ്, പൂച്ച ചെറുതാണ് ആനയേക്കാൾ, മനസ്സിലായോ? അതെങ്ങനെ ചെയ്യാം, അതെന്ത് ചെയ്യും, നമ്മൾ ചെറുതാണെന്നുള്ള രീതിയിൽ ഇങ്ങനെ കൊടുക്കും. ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ. ഇതിന് ഗ്രേറ്റർ ദാൻ, ഇത് ലെസ് ദാൻ ആണ്. ഓക്കെ, ചെറുതാണെന്നുള്ളത്. ഇനി നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എന്താണ്, ഇനി നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ആന പൂച്ചയേക്കാൾ വലുതല്ല, അല്ല എന്നുള്ളതല്ല, അല്ലെങ്കിൽ ഈക്വൽ അല്ല. ഈക്വൽ അല്ല എന്നുള്ളത് എങ്ങനെയാണ് നമ്മൾ എഴുതുക, ഈക്വൽ അല്ല എന്നുള്ളത് എഴുതേണ്ടത് ഇങ്ങനെയാണ്, ഒറ്റ അസൈൻ ഓപ്പറേറ്റർ. അതിന് ഈ 2 ഓപ്പറേറ്റർ ഒരുമിച്ച് കൂടുമ്പോൾ എന്ത് ചെയ്യും, നോട്ട് ഈക്വൽ. ഓക്കെ, ഇത് ഈക്വൽ, മനസ്സിലാക്കണം, ഡിഫറൻസ് മനസ്സിലാക്കണം. ഇത് ഈക്വൽ ആണ്, ഇത് നോട്ട് ഈക്വൽ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ച്, ഈക്വൽ, അതുപോലെ ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, പിന്നെ ലെസ് ദാൻ, പിന്നെ നോട്ട് ഈക്വൽ എന്നുള്ള ഓപ്പറേറ്ററാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങളാണ് കോഡിംഗ് മറ്റേ നമ്മൾ കണ്ടീഷനിൽ ഉണ്ടാവുക. കണ്ടീഷൻ ഇനിയും ഉണ്ട്, ഞാൻ പറഞ്ഞിരുന്ന ഇപ്പൊ പറഞ്ഞ ഓപ്പറേറ്റേഴ്സ് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഇത്രയും ഓപ്പറേറ്റേഴ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിക്കാൻ പോകുന്നത്, ഇനി ചെയ്യാൻ പോകുന്നത്. ഇതാണ് കണ്ടീഷൻ എഴുതുമ്പോൾ നമുക്ക് ചെയ്യാൻ പോകുന്നത്. ഇനി ഇത് എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളതാണ് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ഓക്കെ,
അതിന് ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ ഞാൻ കുറച്ച് എക്സാമ്പിൾസ് ഇങ്ങനെ ഇതിൽ കാണിച്ചു തരാം. അതിന് കുറച്ച് കണ്ടീഷൻ ഉപയോഗിക്കാനുണ്ട്. ആ കണ്ടീഷൻ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാം, ചെയ്ത് നോക്കാം ഈ ഓപ്പറേറ്റർസ് എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളത് നമുക്ക് ചെയ്ത് നോക്കാം. അതിന് തൊട്ട് മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് നമുക്കിപ്പോൾ ഈ സംഭവം ഉപയോഗിക്കണം, അതായത് കാറ്റ് പിന്നെ അതുപോലെ എലിഫന്റ്. ഈ കാറ്റ് എലിഫന്റ് എന്നുള്ളത് ഞാൻ നേരത്തെ തന്നെ നിങ്ങൾക്ക് പറയുന്ന എക്സാമ്പിൾസ് ആണ്, അത് മൈൻഡിൽ വെക്കാം. അതായത് എലിഫന്റ് എന്നുള്ളത് വലുതാണ്, കാറ്റ് എന്നുള്ളത് ചെറുതാണ്, അല്ലെ? അപ്പൊ ഇത് നമ്മൾ കമ്പയർ ചെയ്യണം. ഈ കമ്പയർ ചെയ്തിട്ട് നമുക്ക് ഈ കണ്ടീഷനിലാണ്, അതായത് കാറ്റ് ആനയെക്കാളും ചെറുതാണ് ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ആണ് കാണിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ കണ്ടീഷൻ ഉണ്ട്, അതുപോലെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. അതിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അതായത് കോഡിങ്ങിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് ഇഫ് എന്നുള്ള ഒരു വേർഡാണ്. ഓക്കെ, ഇഫ് എന്നുള്ള ഒരു കീവേഡ് ഉപയോഗിച്ച് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അത് നേരെ നോക്കാം. നമ്മൾ ഇഫ് എന്നുള്ള കീവേഡ് ഉപയോഗിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇഫ് എന്നുള്ളത് എന്തിനാണ് ഞാൻ പറഞ്ഞു, കണ്ടീഷൻ ചെക്ക് ചെയ്യാനാണ്. കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമാണ് നമ്മൾ സ്റ്റേറ്റ്മെന്റിലേക്ക് കിടക്കുന്നത്. ഓക്കെ, അത് ചെയ്തു നോക്കാം. എങ്ങനെയെന്ന് വെച്ചാൽ ആദ്യം ഇഫ് എന്നുള്ളത് എഴുതാം. നമ്മൾ കോഡിങ്ങിൽ ഇഫ് എന്നുള്ള സംഭവം എഴുതിയതിന് ശേഷം പിന്നെയാണ് ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. ഓക്കെ, ഇതിന്റെ സ്ട്രക്ചർ ആണ് പറയുന്നത്. ഇത് സിന്റാക്സ് ഇങ്ങനെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഓക്കെ, പിന്നെ നിങ്ങൾ കോഡിംഗ് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, കാണാതെ പഠിക്കുന്ന ഒരു സംഭവമല്ല. അതെന്താന്ന് വെച്ചാൽ അതിൽ സിന്റാക്സ് മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, പഠിച്ചാൽ മതി. പിന്നെ അതിലുള്ള ഉപയോഗിക്കുന്ന മറ്റുള്ള എല്ലാതും ലോജിക്കാണ്. ശരിക്കും വെച്ചാൽ കോഡിംഗ് എന്നുള്ളത് ലോജിക്കാണ്. നിങ്ങളെ ലോജിക്ക് ഇംപ്ലിമെന്റ് ചെയ്യുന്നതാണ് ശരിക്കും ഒരു കോഡിങ് കോഡേഴ്സിന് വേണ്ട ഒരു കേപ്പബിലിറ്റി എന്നുള്ളത് ലോജിക്കാണ്. ഓക്കെ, അപ്പൊ അത് ആദ്യം മനസ്സിലാക്കാം. അപ്പൊ ഇഫ് എന്നുള്ളത് ഇത്ര തന്നെയാണ്. ഇഫ് എന്നുള്ള കീവേഡ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നേരത്തെ പറഞ്ഞത് നമ്മൾ കാറ്റും അതുപോലത്തെ എലിഫന്റ് എന്നുള്ള എക്സാമ്പിൾ ആണ്. അപ്പൊ നമ്മൾ പ്രാക്ടിക്കലി, അതായത് ഇപ്പൊ എഴുതാൻ പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി നമ്മൾ 2 ഡിജിറ്റ് നമ്പർ ആണ് എടുക്കുന്നത്. അതായത് 10, 20 വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ചെയ്ത് നോക്കാം. അതായത് 10 എന്നുള്ളത് ചെറുതും 20 എന്നുള്ളത് വലുതും. അതെല്ലാവർക്കും കോമൺ ആയിട്ട് അറിയുന്ന സംഭവമാണ്. ഓക്കെ, അത് എങ്ങനെ കോഡിംഗ് വെച്ച് നമുക്ക് ചോദിക്കാം എന്നുള്ളത് ചെയ്ത് നോക്കാം. ആ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടതിന് ശേഷം ഇവിടെയാണ് നമ്മളുടെ കണ്ടീഷൻ എഴുതാൻ പോകുന്നത്. എന്താണ് കണ്ടീഷൻ? ഇഫ് 10 ആണ് ചെറുതും 20 വലുതും ആണെങ്കിൽ എന്നുള്ള കൺസെപ്റ്റ് ആണ്. അതായത് ഇഫ് 10 ലെസ് ദാൻ 20. മനസ്സിലായോ? അതായത് 10 എന്നുള്ളത് 20യേക്കാളും ചെറുതാണ്, 10 ചെറുതാണ് 20യേക്കാളും. മനസ്സിലായില്ലേ? ഇതിനാണ് ഇത് നമുക്ക് കണ്ടീഷൻ റെഡി ആയി. ഇനി നമുക്ക് സ്റ്റേറ്റ്മെന്റ് ആണ് കൊടുക്കേണ്ടത്. അങ്ങനെ ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അതിന് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ഈ കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. ഇത് ശ്രദ്ധിക്കണേ, ഇഫിലും അതുപോലെ തന്നെ നമ്മുടെ മറ്റ് ക്ലാസ്സിലൊക്കെ കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. അത് മറക്കണ്ട, ഇത് അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് കേർലി ബ്രാക്കറ്റ് ഇവിടെ നമ്മൾ ക്ലോസ് ചെയ്യാണ്, അത് മറക്കരുത്. അപ്പോ കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, ഇവിടെ ക്ലോസ് ചെയ്തു. അതിന്റെ ഇടയ്ക്കാണ് വരുന്നത് എന്ത്, നമ്മുടെ സ്റ്റേറ്റ്മെന്റ്. സ്റ്റേറ്റ്മെന്റ് എന്താ, നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഒരു ഔട്ട്പുട്ട് ആയിട്ട് നമ്മൾ യൂസേഴ്സിന് കാണിച്ചു കൊടുക്കുകയാണ്. സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്. ഓക്കെ, അതായത് നമ്മൾ ഔട്ട്പുട്ട് ടെർമിനലിൽ നമ്മൾ ഔട്ട്പുട്ട് കാണുന്നുണ്ടല്ലോ, ആ ഔട്ട്പുട്ട് കാണിച്ചു കൊടുക്കുന്നതാണ് എന്ത്, ഞാൻ ഡബിൾ കോട്ട്സിലാണ് എഴുതേണ്ടത്. കാരണം നമുക്ക് എന്തെങ്കിലും, ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഔട്ട്പുട്ട് കാണിച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഡബിൾ കോട്ട്സിൽ ഇട്ടിട്ട് അത് എന്താണ് നമുക്ക് പറയേണ്ടത് അത് പറഞ്ഞു കൊടുത്താൽ മതി. അപ്പൊ ഞാൻ 10 ഇസ് സ്മോൾ എന്നുള്ള ജസ്റ്റ് ഒരു ഔട്ട്പുട്ടാണ് കാണിച്ചു കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ 10 എന്നുള്ളത് എന്താണ്, സ്മോൾ എന്നുള്ളതാണ് ഔട്ട്പുട്ട് ഞാൻ കൊടുത്തത്. ഇത് എന്തുകൊണ്ട്, ഇവിടെ കണ്ടീഷൻ ട്രൂ ആയതുകൊണ്ട്. കണ്ടീഷൻ ട്രൂ ആണ്, കാരണം എന്താ, 10 എന്നുള്ളത് ചെറുതാണ്, ഇത് ലെസ് ദാൻ ആണ്. ഈ ഓപ്പറേറ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ട് നേരത്തെ ക്ലാസ്സിൽ. എന്താണ് ലെസ് ദാൻ ആണ്, അതായത് ലെസ് ദാൻ എങ്ങനെയാ ചെക്ക് ചെയ്യുന്നത്, 10 എന്നുള്ളത് ചെറുതാണ് 20യേക്കാൾ ആണോ, അപ്പൊ എന്ത് ചെയ്യും, പ്രിന്റ് ആവും. മനസ്സിലായോ? ഇനി കണ്ടീഷൻ ഫോൾസ് ആയി കഴിഞ്ഞാൽ എങ്ങനെ വർക്ക് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് കണ്ടീഷൻ ഫോൾസ് എന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ കണ്ടീഷൻ, ഇത് കണ്ടീഷൻസ് ആട്ടോ, ഇത് കണ്ടീഷൻ ആണ്, ഇതാണ് സ്റ്റേറ്റ്മെന്റ്. അതായത് കേർലി ബ്രാക്കറ്റിന്റെ ഉള്ളിൽ വരുന്നതാണ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഈ സ്റ്റേറ്റ്മെന്റ് പ്രിന്റ് ചെയ്യണമെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണം, കണ്ടീഷൻ ട്രൂ ആവണം. അതായത് ഇത് ട്രൂ ആയതുകൊണ്ടാണ് ഇപ്പൊ നമുക്ക് എന്ത് ചെയ്തത്, ഔട്ട്പുട്ട് 10 is small എന്നുള്ളത് കിട്ടിയത്. ഇനി വലുതാവാണെങ്കിൽ ഞാനിപ്പോ കണ്ടീഷൻ ഫോൾസ് ആക്കാണ്. അതായത് നേരത്തെ ലെസ് ദാൻ ഉണ്ടായിനെ, ഇപ്പോ
ഗ്രേറ്റർ ദാൻ എന്നാണ് ഞാൻ കൊടുക്കുന്നത്. അതൊരു ഓപ്പറേറ്റർ ആണ്, മനസ്സിലായോ? നമ്മളെ കണ്ടീഷണൽ ഓപ്പറേറ്റർ ആണ്. ആ കണ്ടീഷണൽ ഓപ്പറേറ്ററിൽ ഒന്നാണ് എന്ത്, ഗ്രേറ്റർ ദാൻ. അതായത് 10 വലുതും 20 ചെറുതും ആണോ? നമ്മുടെ മൈൻഡ് സെറ്റിൽ നമ്മളെ മൈൻഡിൽ നമ്മൾ ചിന്തിച്ചാൽ മതി, എന്ത് ചെറുത് 10 ചെറുതല്ല, 20യേക്കാൾ ചെറുതല്ലല്ലോ. കാരണം 20 ആണ് വലുത്, 10 ആണ് ചെറുത്. പക്ഷെ ഇവിടെ കൊടുത്ത കണ്ടീഷൻ വെച്ചാൽ 10 വലുതും 20 ചെറുതും. അപ്പൊ കണ്ടീഷൻ ഫോൾസ് ആയി. അപ്പൊ ഇനി എന്താ ചെയ്യുക? അതായത് ഈ സ്റ്റേറ്റ്മെന്റിനുള്ളിൽ കയറുമോ? ഇല്ല, കയറില്ല. ഇഫ് കണ്ടീഷനിൽ നിങ്ങൾ ചിന്തിക്കണം. ഇഫ് കണ്ടീഷന്റെ ഉള്ളിൽ ഈ കണ്ടീഷൻ കൊടുക്കുന്നത് ട്രൂ ആണെങ്കിൽ മാത്രമാണ് ഈ സ്റ്റേറ്റ്മെന്റിൽ കയറുക. അല്ലാത്ത കേസിൽ എന്താന്ന് വെച്ചാൽ ഈ ബ്രേക്ക് ആവും. അതായത് ഈ ഇഫ് കണ്ടീഷൻ എന്നുള്ളത് സ്റ്റേറ്റ്മെന്റിലേക്ക് കയറാതെ നേരെ ബ്രേക്കായി പുറത്തേക്കാണ് വരിക. അതായത് പുറത്തേക്ക് വരിക എന്ന് വെച്ചാൽ ഈ കേർലി ബ്രാക്കറ്റിന്റെ പുറത്ത് എന്താണോ ഉള്ളത് അതാണ് പ്രിന്റ് ആവുന്നത്. മനസ്സിലായോ? അതായത് കാരണം എന്താ വെച്ചാൽ കണ്ടീഷൻ ഫോൾസ് ആയതുകൊണ്ട്. ഇനി നമുക്ക് ഇനി പുറത്ത് വന്നാൽ, അതായത് ഇത് അല്ലെങ്കിൽ ഇനൊരു നമുക്ക് കേസ് വേണം അല്ലെ? അടുത്തൊരു കേസ് വേണം. അതായത് 10 എന്താണ് വലുതും 20 ചെറുതും എന്നുള്ളത് കണ്ടീഷൻ ഫോൾസ് ആണ്. ഫോൾസ് ആയി കഴിഞ്ഞാൽ ഇതല്ലെങ്കിൽ വേറെ ഒരു സ്റ്റേറ്റ്മെന്റ് വേണമല്ലോ. ശരി, ഈ സ്റ്റേറ്റ്മെന്റ് പ്രിന്റ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ അടുത്തൊരു സ്റ്റേറ്റ്മെന്റിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് എൽസ്. ഓക്കെ, എൽസ് എന്നുള്ളതാണ്. അതായത് ഞാൻ ഇവിടുത്തെ മായ്ച്ച് ഇവിടെ മുകളിലേക്ക് ആക്കാണ്, സ്ഥലമില്ലാത്തതുകൊണ്ട്. അപ്പോൾ ഇവിടെ എഴുതാണ്, ഇവിടെ ക്ലോസ് ആണ്. അപ്പോൾ ക്ലോസിങ് ബ്രാക്കറ്റ് ഇട്ടു. അപ്പോൾ എന്താന്ന് വെച്ചാൽ ഇഫിന്റെ ക്ലോസിങ് ആണ് ഇവിടെ. അപ്പോൾ ഇവിടെ കണ്ടീഷൻ എന്താ വെച്ചാൽ എന്താണ്, 10 എന്നുള്ളത് വലുതും 20 എന്നുള്ള ചെറുതുമാണ്. കണ്ടീഷൻ ഫോൾസ് ആണ്. അപ്പോൾ ഫോൾസ് ആയി കഴിഞ്ഞാൽ എന്ത്, ഈ സ്റ്റേറ്റ്മെന്റ് പ്രിന്റ് ആവില്ല. ഇനി നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് പ്രിന്റ് ആണ്. അത് ഇതല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ വേണ്ടേ? ആ ഓപ്ഷന് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കീവേഡ് ഉപയോഗിക്കുക. ഓക്കെ, എൽസ്, ELSE. ഓക്കെ, എൽസ് എന്നുള്ള അവിടെയും എന്ത് ചെയ്യണം, നമ്മൾ ഇതുപോലത്തുള്ള ഒരു കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. അതും മറക്കേണ്ടത്, അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. പിന്നെ എന്താ വെച്ചാൽ അവിടെയും നമുക്കൊരു ഔട്ട്പുട്ട് കാണിച്ചു കൊടുക്കണം. എന്ത്, സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്. ഓക്കെ, ഇവിടെ എന്ത് ചെയ്യുന്നു, നമ്മൾ സ്ട്രിങ്ങിനുള്ളിൽ എഴുതാണ്, അതായത് ഡബിൾ കോട്സിനുള്ളിൽ കണ്ടീഷൻ ഫോൾസ്. ഓക്കെ, കണ്ടീഷൻ ഫോൾസ് ആയതുകൊണ്ടാണല്ലോ നമുക്ക് ഈ എൽസ് പ്രിന്റ് ചെയ്യേണ്ടി വന്നത്. എന്നിട്ട് ഇവിടെ ക്ലോസ് ചെയ്യാനും മറക്കണ്ട. ഇപ്പൊ എനിക്ക് വീണ്ടും ഞാൻ എന്ത് ചെയ്യാം, ഒരു ഓവർവ്യൂ തരാം. ഓവർവ്യൂ എന്തില്ല, നമുക്ക് കണ്ടീഷൻസ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് ഇഫ്. ആ ഇഫ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, കണ്ടീഷൻ നോക്കും. എന്ത് കണ്ടീഷൻ, ഇപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ പറഞ്ഞതാണ്, എന്ത് 10 ലെസ് ദാൻ എന്നുള്ളത് നേരത്തെ ഞാൻ പറഞ്ഞു. ഇത് ഗ്രേറ്റർ ദാൻ ആണ്. ഗ്രേറ്റർ ദാൻ 20 ആണോ നോക്കും. കണ്ടീഷൻ ഫോൾസ് ആണ്. ഫോൾസ് ആയതുകൊണ്ടാണ് എൽസ് എന്ത് ചെയ്ത് കണ്ടീഷൻ ഫോൾസ് എന്നുള്ളത് ഈ സ്റ്റേറ്റ്മെന്റ് നമുക്ക് പ്രിന്റ് ആയത്. ഈ സ്റ്റേറ്റ്മെന്റ് പ്രിന്റ് ആവില്ല, കാരണം എന്താ, കണ്ടീഷൻ ഫോൾസ് ആയതുകൊണ്ട്. ഇനി നേരെ മറിച്ച് ട്രൂ ആണ്. ട്രൂ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ലെസ് ദാൻ ആണ് ഇട്ട് കൊടുക്കുക. അതായത് 10 എന്നുള്ളത് ചെറുതും 20 എന്നുള്ളത് വലുതും ആണെങ്കിൽ എന്ത് ചെയ്യും, ഈ സ്റ്റേറ്റ്മെന്റ് ആണ് പ്രിന്റ് ആവുക. ഈ സ്റ്റേറ്റ്മെന്റ് പ്രിന്റ് ആവില്ല. ഈ ബ്ലോക്കിലേക്ക് പോകുന്നില്ല, നേരെ ഈ ബ്ലോക്കിലേക്കാണ് പോകുന്നത്. മനസ്സിലായോ? ട്രൂ ആണെങ്കിൽ ഇതും, ഫോൾസ് ആണെങ്കിൽ ഇതും. അപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇഫ് എൽസ് എന്താന്ന് മനസ്സിലായി എന്ന് തോന്നുന്നു. ഓക്കെ, ഇത് നമുക്ക് എന്ത് ചെയ്യാം, പ്രാക്ടിക്കലി കോഡിങ്ങിൽ ചെയ്തു നോക്കാം. എന്നിട്ടും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ റിവൈസ് ചെയ്ത് നോക്കാം. റിവൈസ് ചെയ്ത് ഒന്നും കൂടി നോക്കാം. എന്നിട്ട് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാവാത്ത അത് ഞാൻ പറഞ്ഞ പോലെ ടെലിഗ്രാമിൽ ചോദിക്കാം. ഓക്കെ, ശരി, അന്ന് നമുക്ക് അതിന്റെ കോഡിങ്ങിൽ ചെയ്തു നോക്കാം. ഓക്കെ, അന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇപ്പൊ പ്രാക്ടിക്കലായി ചെയ്തു നോക്കാം. ബോർഡിൽ നമ്മൾ കണ്ടത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ വീണ്ടും റിവൈസ് ചെയ്തിട്ട് കാണുക. എന്നിട്ടാണ് ഇത് ചെയ്യേണ്ടത്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു കണ്ടിന്യൂസ് എന്നുള്ള ഒരു ചെയിൻ നിങ്ങൾക്ക് കിട്ടൂല. അപ്പോൾ എന്തെന്ന് ചെയ്യുക വെച്ചാൽ, ഇപ്പോൾ നമുക്ക് ഈ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നമ്മൾ പ്രീവിയസ് ചെയ്ത ഇതാണ് പ്രോഗ്രാമാണ്. അതായത് സമ്മ് കാണുക, അതുപോലെ തന്നെ വേരിയബിളിൽ അസൈൻ ചെയ്തിട്ട് നമ്മൾ അരിത്തമെറ്റിക് ഓപ്പറേറ്റർ ആണ്. ഇനി ചെയ്യാൻ പോകുന്നത് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് ആണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ പഠിച്ചു എന്തൊക്കെ നമ്മൾ പഠിച്ചത് നേരത്തെ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ഈക്വൽ, അങ്ങനെയുള്ള പല കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, എന്നിട്ട് ഇഫ് കണ്ടീഷൻ എന്താ, എൽസ് കണ്ടീഷൻ എന്താന്ന് നമ്മൾ പഠിച്ചു. അത് മനസ്സിലായില്ലെങ്കിൽ വീണ്ടും അത് കാണാം. കണ്ടതിന് ശേഷം മാത്രമേ ഈ വീഡിയോയിലേക്ക് വരാം. ഓക്കെ, അപ്പൊ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ആദ്യം തന്നെ നമുക്ക് എന്താ വേണ്ടത്, ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഡിക്ലറേഷൻ ചെയ്തിട്ട് ഒരു വേരിയബിൾ നമ്മൾ ഡിഫൈൻ ചെയ്യണം അല്ലേ? അതായത് നമുക്ക് വലുതാണോ ചെറുതാണോ എന്നുള്ള രീതിയിലാണല്ലോ നമ്മൾ പോകുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്പറിന് വേണ്ടി ഒരു വേരിയബിൾ ഡിഫൈൻ ചെയ്യുന്നു. ഇൻറ്റ് ഫോർ എക്സാമ്പിൾ 10 കൊടുത്തു. ഓക്കെ, വീണ്ടും നമുക്ക് എന്ത് ചെയ്യണം,
രണ്ട് നമ്പർ തമ്മിലല്ലോ കമ്പാരിസൺ നടക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? രണ്ട് ഡിജിറ്റിന്റെ കമ്പാരിസൺ ആണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. നേരത്തെ ഞാൻ ബോർഡിൽ കാണിച്ചു തന്നു 10, 20 എന്നുള്ളത്. അതുപോലെ തന്നെയാണ്. അപ്പോൾ കോമട്ടർ എന്ത് ചെയ്യാം? num2 num1 എന്നുള്ള ഒരു വേരിയബിളും ഡിഫൈൻ ചെയ്യുക. എന്നിട്ട് അതിനൊരു 20 എന്നുള്ള വേരിയബിൾ നമുക്ക് എന്ത് ചെയ്യുക? വാല്യൂ കൊടുക്കാം. വാല്യൂ കൊടുത്തതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, സോറി, ഇവിടെ നമ്മൾ അസൈൻ കൊടുക്കാൻ മറന്നു പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അസൈൻ കൊടുത്തു. ഇല്ലാന്നുണ്ടെങ്കിൽ എററാന്ന് ത്രോ ചെയ്യുന്നത് മനസ്സിലാക്കുക. അപ്പോൾ അസൈൻ ചെയ്തു. അതുപോലെ തന്നെ നമ്പർ എന്ന് വെച്ചാൽ നമ്പറിന് 20 എന്നുള്ള വാല്യൂ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇഫ് കണ്ടീഷൻ ആണ്. നേരത്തെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കീവേഡാണ് ഇഫ് കണ്ടീഷൻ. അപ്പോൾ ഇഫ് കൊടുക്കുക. ഇഫിൽ എന്താ കൊടുക്കണ്ടേ? നമ്മിന്റെ വാല്യൂ എത്ര? 10 എന്നുള്ളത് ചെറുതാണോ, പിന്നെ num2 അത് വലുതാണോ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. എന്നിട്ട് അത് എൻ്റർ ക്ലിക്ക് ചെയ്താൽ നേരെ എന്ത് ചെയ്യും? താഴ്ത്തി വരും. ഓക്കെ, അപ്പൊ നം എന്നുള്ളത് ചെറുതും num2 എന്നുള്ളത് വലുതുമാണെങ്കിൽ എന്താണോ ഇനി നമ്മൾ കണ്ടീഷനായി. നമ്മുടെ കണ്ടീഷൻ എന്താ? അതായത് 10, അതായത് നം എന്നുള്ളത് 10 ചെറുതും num2 എന്നുള്ളത് 20 വലുതുമാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ പ്രിന്റ് ഒരു ഔട്ട്പുട്ട് കാണിച്ചു കൊടുക്കണം. ഓക്കെ, അതാണ്. അപ്പോൾ ഔട്ട്പുട്ട് കാണിക്കണമെങ്കിൽ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് മതി കേട്ടോ. പ്രിന്റ് മതി. പ്രിന്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? രണ്ട് ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിലാണ് നമ്മൾ എഴുതേണ്ടത്. നമുക്ക് എന്തെങ്കിലും ഔട്ട്പുട്ട് കാണിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നു ഡബിൾ കോട്ട്സ് ആണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ നമ്മൾ 10 ഈസ് സ്മോൾ അല്ലെങ്കിൽ നം ഈസ് സ്മോൾ എന്ന് കൊടുക്കാം. നം ഈസ് സ്മോൾ എന്ന രീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നം ഈസ് സ്മോൾ എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്കൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം, എന്നിട്ട് എന്താ വരുന്നതെന്ന്. അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക? ടെർമിനൽ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ സേവ് ചെയ്യുക. സേവ് ചെയ്തതിന് ശേഷം ടെർമിനൽ ഓപ്പൺ ചെയ്തതിന് ശേഷം കമ്പൈൽ ചെയ്യാം. ജാവ സി, പിന്നെ നമ്മുടെ ഫയൽ നെയിം sample.java എന്നാണ്. അപ്പോൾ കമ്പൈൽ ആവുന്ന ടൈമിൽ അവിടെ എറർ ത്രോ ചെയ്തിട്ടുണ്ട്. എന്താണ് എറർ എന്ന് വെച്ചാൽ, വേരിയബിൾ num2 എന്നുള്ളത് ഇല്ല, cannot find സിമ്പിൾ. കണ്ടോ, ഇവിടെ num1 എന്നുള്ളതാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. വേരിയബിൾ ഡിക്ലെയർ ചെയ്തതും num1 ആണ്. num2 എന്നുള്ള ഒരു സംഭവം തന്നെ ഇല്ല. സംഭവം കണ്ടോ? ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ വേരിയബിൾ തന്നെ ഇല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് എറർ ത്രോ ചെയ്യുന്നത്. മനസ്സിലായോ? ഇവിടെ തന്നെ വായിച്ചാൽ മനസ്സിലാവും. വേരിയബിൾ num2 സിമ്പിൾ ലൊക്കേഷൻ ക്ലാസ് സാമ്പിൾ ആണ് എന്നുള്ള രീതിയിലാണ് ഇവിടെ കൊടുത്തത്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യാം? മാറ്റി num1 എന്നാക്കിയിട്ട് വീണ്ടും സേവ് ചെയ്യുക. സേവ് ചെയ്തതിന് ശേഷം വീണ്ടും കമ്പൈൽ ചെയ്യുക. ജാവ സി നമ്മുടെ sample.java എന്നുള്ള ഫയൽ നെയിം. അപ്പോൾ കമ്പൈലായതിനു ശേഷം അത് റൺ ചെയ്യണം. ജാവ സ്പേസ് sample.java. ഓക്കെ, എന്നിട്ട് എൻ്റർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? കണ്ടീഷൻ ട്രൂ ആണ്. കാരണം എന്താ? നം എന്നുള്ളത് 10 ആണ്. അപ്പോൾ ലെസ് ദാൻ ആണ് ഓപ്പറേറ്റർ. ലെസ് ദാൻ എന്ന് വെച്ചാൽ എന്താ? ചെറുതാണ്. num1 എന്നുള്ളത് വലുതാണ്. അതായത് കാരണം എന്താ? num1 എന്നുള്ളത് 20 ആണ് വേരിയബിൾ. ഓക്കെ, അപ്പോൾ ചെറുത് മറ്റേതും വലുതും കണ്ടീഷൻ ട്രൂ ആയി. 10 എന്നുള്ള ചെറുതും num1 എന്നുള്ള 20 എന്നുള്ളത് വലുതുമായപ്പോൾ കണ്ടീഷൻ ട്രൂ ആകുമ്പോഴാണ് ഈ സ്റ്റേറ്റ്മെന്റ് നമുക്ക് പ്രിന്റ് ആയത്. ഓക്കെ, നമ്മളിവിടെ കമന്റ് ഇടുന്നു. കമന്റ് അറിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? വീണ്ടും നോക്കുക. കമന്റ് ഇട്ട് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഇതെവിടെയാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഇത് ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഈ ലൈന്, ഈ 7th ലൈൻ എന്ത് ചെയ്തിട്ടുണ്ട്? ആദ്യം തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ് കമന്റ് ചെയ്താൽ എന്തൊക്കെ ആവും എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതെന്ത് ചെയ്യും? ഹൈഡ് ചെയ്ത് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ പ്രിന്റ് ചെയ്തത്. ഇവിടെ കണ്ടീഷൻ ട്രൂ ആയപ്പോൾ നം ഈസ് സ്മോൾ എന്നുള്ളത് എന്തായി? നമുക്കിവിടെ പ്രിന്റായി കിട്ടി. മനസ്സിലായോ? പ്രിന്റായി കിട്ടി. അപ്പോൾ എന്തായി? സ്റ്റേറ്റ് പ്രിന്റായി. ഇനി ഫോൾസ് ആവുകയാണെങ്കിൽ എന്താ നടക്കുക? അതും കൂടി നമുക്ക് നോക്കാം. ക്ലിയർ ചെയ്യുക. ടെർമിനൽ ക്ലിയർ ചെയ്യണമെങ്കിൽ മാക്കിൽ CLEAR ക്ലിയർ എന്ന് ക്ലിക്ക് ചെയ്താൽ എന്ത് ചെയ്യും? ടെർമിനൽ ക്ലീനായി നമുക്ക് എന്ത് ചെയ്യും? ഇതുപോലെ കിട്ടും. പിന്നെ വിൻഡോസിലൊക്കെ ആണെങ്കിൽ Ctrl+L ക്ലിക്ക് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും? ക്ലിയർ ആവും. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക എന്താ ചെയ്യാന്നുള്ളത്. അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ചെയ്തു തരും. അല്ല, അത് നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഗൂഗിളിൽ ഇഷ്ടംപോലെ റിസോഴ്സസ് ഉണ്ട്, നിങ്ങൾക്ക് കണ്ട് പഠിക്കാൻ പറ്റും.
ഓക്കെ. അപ്പോൾ എന്ത് ചെയ്യാം, ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ തന്നെ, കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞു, നിങ്ങൾക്ക് എന്തെങ്കിലും എററോ ത്രോ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ റിസോഴ്സസ് ഉണ്ട്, ഇഷ്ടംപോലെ ഡോക്യുമെന്റ്സ് ഉണ്ട്, അതൊക്കെ നോക്കി വായിക്കുക, പഠിക്കുക. അതായത് നമുക്ക് മറ്റുള്ളവർക്ക് ഹെൽപ്പ് ചോദിക്കുന്നതിനേക്കാളും കൂടുതൽ നിങ്ങൾ എന്താ ചെയ്യുക വെച്ചാൽ നിങ്ങൾ സെർച്ച് ചെയ്യാം. കാരണം ഞാൻ ഇത് പറയാൻ കാരണം എന്താ വെച്ചാൽ, നിങ്ങളിപ്പോൾ സെർച്ച് ചെയ്യുന്ന ടൈം ഇപ്പോൾ ഇതുപോലുള്ള പല എറേഴ്സ് വരുമ്പോൾ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുകയാണെങ്കിൽ നിങ്ങൾക്കുള്ള ബെനിഫിറ്റ്സ് ഉണ്ടാവും. ഒന്ന്, നിങ്ങൾക്ക് നല്ല ഹാപ്പി ആയിരിക്കും, നിങ്ങളതാണ് കണ്ടുപിടിച്ചെന്നുള്ള ഒരു ഹാപ്പി ഉണ്ടാവും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ജീവിതത്തിൽ അത് മറക്കൂല. ഏത് സിറ്റുവേഷൻ വന്നാലും നിങ്ങൾക്ക് മറക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ അത് നിങ്ങൾ സെൽഫായിട്ട് പഠിച്ചതാണ്. അപ്പൊ സെൽഫ് ലേണിംഗ് എന്നുള്ളത് വളരെ വലിയൊരു കൺസെപ്റ്റ് ആണ്. കാരണം എന്താ വെച്ചാൽ സെൽഫ് ലേണിംഗ് ആണ്. ഞാനൊക്കെ കൂടുതൽ പ്രിഫർ ചെയ്യുന്ന സെൽഫ് ലേണിംഗ്. കാരണം എന്താ വെച്ചാൽ സെൽഫായി നമ്മൾ പഠിക്കുമ്പോൾ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, നമുക്ക് മറക്കാൻ പറ്റൂല. കാരണം എന്താ വെച്ചാൽ സെൽഫായി നിങ്ങൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. അപ്പോൾ ആ സെൽഫ് ലേണിംഗ് എന്നുള്ളത് കീപ്പ് ചെയ്ത് എന്ത് ചെയ്യുക, പഠിക്കുക. ഞാൻ പ്രിഫർ ചെയ്യുന്ന സെൽഫ് ലേണിംഗ് ആണ്. അത് ഒരിക്കലും മറക്കില്ല. ഒരാൾ പറഞ്ഞു തരുന്നതിനേക്കാളും നമ്മൾ എഫേർട്ട് ഇട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിന്റെ വാല്യൂ മനസ്സിലാവുക. അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ. അപ്പൊ നമ്മൾ അടുത്ത നോക്കാം. അതായത് എന്നുള്ളത് ട്രൂ ആയതുകൊണ്ടാണ്, നമ്മൾ ഈ കണ്ടീഷൻ ട്രൂ ആയതുകൊണ്ടാണ് നമുക്ക് ഈ പ്രിന്റ് ആയത്, അതായത് ഈ സ്റ്റേറ്റ്മെന്റ് നമുക്ക് പ്രിന്റ് ആയത്. ഇനി ഇത് ഫോൾസ് ആണ്. അതായത് ഞാൻ എന്ത് ചെയ്തു, ഈ ലെസ് ദാൻ എന്നുള്ളത് മാറ്റി ഗ്രേറ്റർ ദാൻ ആക്കാം. അതായത് ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ ഒന്നുമില്ല, നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഗ്രേറ്റർ ദാൻ പറയുമ്പോൾ എന്താണ്, ഇങ്ങോട്ടാണ്. അതായത് ഇവിടെ കാണാൻ പറ്റും, ഇത് ഗ്രേറ്റർ ദാൻ ആണ്. അതായത് ആദ്യത്തെ ഭാഗം വലുതായി വരും, അതാണ് ഗ്രേറ്റർ ദാൻ. അടുത്ത ഭാഗം ലെസ് ദാൻ എന്ന് വെച്ചാൽ എന്താണ്, ഇതെല്ലാവർക്കും കോമൺ ആയിട്ട് മനസ്സിലാവുന്നതാണ്. ചില ആൾക്ക് തെറ്റിപ്പോവും, അതുകൊണ്ടാണ് പറഞ്ഞത്. ലെസ് ദാൻ എന്ന് വെച്ചാൽ ഒരു അതായത് ലെസ് ദാൻ വെച്ചാൽ ചെറുതാണ്, മറ്റേത് ഗ്രേറ്റർ ദാൻ എന്നുള്ള വലുതുള്ളത്. ഓക്കെ. ഇവിടെ കാണുന്ന പോലെ തന്നെ. ഓക്കെ, ഇത് ഗ്രേറ്റർ ദാൻ ആണ്. ഇങ്ങനെ വെച്ചാൽ എന്താ, ഇതിന്റെ മീനിങ് എന്താ, എന്നുള്ളത് വലുതും, നമ്മിന്റെ വാല്യൂ 10 ആണ്. അപ്പൊ എന്നുള്ളത് വലുതും നം1 എന്നുള്ളത് നം1ന്റെ വാല്യൂ 20 ആണ്, അത് ചെറുതും. കണ്ടീഷൻ ഫോൾസ് അല്ലേ. എന്നുള്ളത് 10ഉം നം1 എന്നുള്ളത് 20 ആണ്. കണ്ടീഷൻ ഫോൾസ് ആണ്. കാരണം എന്താ, ഇവിടെ കൊടുത്തിട്ടുള്ളത് വലുതാണ്, നം1 ചെറുതാണെന്നുള്ള രീതിയിലാണ്. പക്ഷെ തെറ്റാണ്. കാരണം 10 എപ്പോഴും 20യേക്കാളും ചെറുതാണ്. പക്ഷെ ഇവിടെ കാണുന്നത് വലുത് എന്നാണ് പറയുന്നത് കണ്ടീഷൻ. അപ്പോൾ ഫോൾസ് ആണ്. ഫോൾസ് ആകുമ്പോൾ എന്തായാലും ഇത് പ്രിന്റ് ആവൂല. ഇപ്പോൾ നമുക്ക് കാണിച്ചു തരാം. ഇപ്പോൾ സേവ് ചെയ്യുക. സേവ് ചെയ്തതിന് ശേഷം വീണ്ടും ടെർമിനൽ പോയിട്ട് എന്ത് ചെയ്യാം, കമ്പൈൽ ചെയ്യുക, ജാവ സി സാമ്പിൾ ഡോട്ട് ജാവ, എന്നിട്ട് പ്രിന്റ് ചെയ്യുക, കമ്പൈൽ ചെയ്യുക. എന്നിട്ട് നമുക്ക് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ജാവ സാമ്പിൾ ഡോട്ട് ജാവ എന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് കണ്ടോ ഒന്നും പ്രിന്റ് ആയില്ല. ഇവിടെ ഒന്നും പ്രിന്റ് ആവാത്തതിന്റെ കാരണം എന്താ, ഇവിടെ കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്. കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ് കണ്ടീഷൻ എന്തല്ല, ട്രൂ അല്ല. ട്രൂ അല്ലാത്തതുകൊണ്ടാണ് ഇവിടെ പ്രിന്റ് ചെയ്യാത്തത്. ഓക്കെ. ഇനി ട്രൂ അല്ലെങ്കിലും നമുക്ക് പ്രിന്റ് ചെയ്യണം. മനസ്സിലായോ? അതായത് ട്രൂ അല്ലെങ്കിൽ നമുക്ക് ഒരു കാര്യം ചെയ്യും, നമ്മൾ എന്താ ഇവിടെ പറയുന്നത്, ഇഫ് ഇതാണെങ്കിൽ ആണ് ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് പ്രിന്റ് ആവണം എന്ന് പറഞ്ഞത്. ഇനി ഇതല്ലെങ്കിൽ എന്നുള്ള ഒരു കേസും കൂടി വരുന്നില്ലേ. അതായത് എന്നുള്ളത് വലുതും അതുപോലെ തന്നെ 20 എന്നുള്ളത് ചെറുതല്ലെങ്കിൽ പിന്നെ എന്താണ് പ്രിന്റ് ചെയ്യേണ്ടത്, അതാണ് എൽസ്. നമ്മൾ പഠിച്ചിരുന്നു, അത് വീണ്ടും കാണാം എൽസ് എന്താണ്. അത് എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ എന്ത് ചെയ്യുക, സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്. ഓക്കെ. പ്രിന്റ് എന്നുള്ളത് ചെയ്തിട്ട് ഇവിടെ എന്ത് ചെയ്യുക, നമ്മൾ ഡബിൾ കോട്സിനുള്ളിൽ എന്താ എഴുതേണ്ടത്, സംതിങ് എൽസ് എന്ന് എഴുതാം. സംതിങ് എൽസ് എന്തെങ്കിലും. ഓക്കെ. അപ്പോൾ നമുക്ക് സേവ് ചെയ്യാം. വീണ്ടും സേവ് ചെയ്യുക. സേവ് ചെയ്തതിന് ശേഷം വീണ്ടും ജാവ കമ്പൈൽ ചെയ്യുക, ജാവ സി സാമ്പിൾ ഡോട്ട് ജാവ. ഓക്കെ. കമ്പൈലായി. കമ്പൈലാകുമ്പോൾ എറർ ഒന്നുമില്ല. പിന്നെ എന്ത് ചെയ്യും, നേരെ ജാവ സാമ്പിൾ ഡോട്ട് ജാവ. കണ്ടോ, സംതിങ് എൽസ് എന്നുള്ളത് പ്രിന്റ് ആയി. നേരത്തെ ഒന്നും പ്രിന്റ് ആയില്ല, ഇപ്പം എന്താ പ്രിന്റ് ആയത്, സംതിങ് എൽസ്. അതായത് ഇഫ് കണ്ടീഷനിലെ സ്റ്റേറ്റ്മെന്റ് ആണ് നോക്കുമ്പോൾ എന്താണ്, കണ്ടീഷൻ ഫോൾസ് ആയതുകൊണ്ടാണ് എൽസിന്റെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് എന്ത് ചെയ്ത് പ്രിന്റ് ആയത്. എൽസിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്കിപ്പോൾ പ്രിന്റ് ആയത്. ഓക്കെ. ഇത് മനസ്സിലായോ? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഇനി വീണ്ടും നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു കണ്ടീഷനും കൂടി നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാം. ഈക്വൽ എന്നുള്ള ചിഹ്നം, അതായത് ഈക്വൽ എന്നുള്ളതാണ് ഇത്. ഇപ്പൊ കാണുന്നില്ല, നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈക്വൽ എന്നുള്ള ചിഹ്നം. ആ ഈക്വൽ എന്താന്നുള്ളത് നോക്കാം. കണ്ടീഷൻ ഫോൾസ് ആണോ ട്രൂ ആണോ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. എന്നുള്ളത് 10 ആണ്, നം1 എന്നുള്ളത് 20 ആണ്. ഈക്വൽ ആണോ? അല്ലല്ലോ. കാരണം എന്താ, എന്നുള്ളത് 10 ആണ്,
നമ്പർ എന്നുള്ളത് 20 ആണ്. എപ്പോഴും സമമാണോ? സമമല്ല. ഈക്വൽ എന്ന് വെച്ചാൽ സമമാണോ? സമമല്ല. സമമല്ലാത്തപ്പോൾ എന്ത് ചെയ്യും? എൽസ് വർക്കാവും, എൽസ് പ്രിന്റ് ആവും. ഒന്നുകൂടി നമുക്ക് നോക്കാം. സേവ് ചെയ്യുക, വീണ്ടും കമ്പൈൽ ചെയ്യുക, ആദ്യം ക്ലിയർ ചെയ്യുക, ടെർമിനൽ ക്ലിയർ ചെയ്തതിന് ശേഷം ജാവ സി സാമ്പിൾ ഡോട്ട് ജാവ. ഓക്കെ, ജാവ. അപ്പോൾ എന്ത് ചെയ്യും? കമ്പൈലായി. ഇനി റൺ ചെയ്ത് നോക്കാം. സാമ്പിൾ ഡോട്ട് ജാവ. കണ്ടോ? സംതിങ് എൽസ്. കണ്ടീഷൻ ഫോൾസ് ആണ്, കാരണം ഈക്വൽ അല്ല. ഈക്വൽ അല്ലാത്തത് കൊണ്ടാണ് എൽസ് പ്രിന്റ് ആയത്. ഓക്കെ, ഇനി നമുക്ക് ഈക്വൽ ആക്കി മാറ്റാം. ഇപ്പൊ നമ്മിന്റെ വാല്യൂ 10 ആണ്, നമ്പറിന്റെ വാല്യൂ 20 ആണ്. ഇനി നമ്പറിനെ നമ്മൾ എന്ത് ചെയ്യും? 10 ആക്കുന്നു, എന്നിട്ട് സേവ് ചെയ്യുന്നു. ഇപ്പൊ ഈക്വൽ ആണല്ലേ? ചിന്തിച്ചു നോക്കിയേ. നമ്പർ എന്നുള്ളത് 10 ആണ്, നമ്പർ എന്നുള്ളത് 10 ആണ്. അപ്പൊ ഈക്വൽ അല്ലേ? സമമല്ലേ? 10ഉം 10ഉം സമമല്ലേ? യെസ്, സമമാണ്. അപ്പൊ നമുക്ക് സേവ് ചെയ്യാം, വീണ്ടും കമ്പൈൽ ചെയ്യാം. സാമ്പിൾ ഡോട്ട് ജാവ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. വീണ്ടും ജാവ റൺ ചെയ്യാൻ വേണ്ടി ജാവ നമ്മുടെ ഫയൽ നെയിം സാമ്പിൾ ഡോട്ട് ജാവ എന്നുള്ളത് ജാവ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം? നോക്കുമ്പോൾ നം ഈസ് സ്മോൾ എന്നാണ് വന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ പറഞ്ഞ ഇത് മാറ്റാൻ പോവാണ്. എന്നാൽ നല്ലല്ലോ, നമ്മൾ സ്മോൾ എന്നല്ലല്ലോ. ഇപ്പം നമുക്ക് എന്ത് ചെയ്യുന്നു? ഈക്വൽ എന്നുള്ളത് പ്രിന്റ് ചെയ്യാം. ജസ്റ്റ് ഒരു ഈക്വൽ എന്നുള്ള പ്രിന്റ് ചെയ്യാം. ഓക്കെ, നമ്പർ ആർ ഈക്വൽ. ഓക്കെ, ഇത് രണ്ടും ഈക്വൽ ആയതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഈക്വൽ എന്നുള്ളത് നമുക്ക് പ്രിന്റ് ചെയ്യുന്നത്. അതിന് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒന്നും കൂടി സേവ് ചെയ്തിട്ട് പ്രിന്റ് ചെയ്ത് നോക്കാം. ആദ്യം കമ്പൈൽ ചെയ്യാം, പിന്നീട് എന്ത് ചെയ്യാം? റൺ ചെയ്ത് നോക്കാം. ജാവ സാമ്പിൾ ഡോട്ട് ജാവ. ഓക്കെ, അപ്പോൾ എന്താ? ഈക്വൽ എന്നുള്ളത് പ്രിന്റ് ആയി. കണ്ടോ? ഇതാണ് നമ്മൾ പറഞ്ഞ കണ്ടീഷണലും അതേപോലെ സ്റ്റേറ്റ്മെന്റും. കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ ഇന്ന് പഠിച്ചത്. അപ്പോൾ ഈക്വൽ മാത്രമല്ല, മൾട്ടിപ്പിൾ നമ്മൾ എന്തൊക്കെ ഇപ്പോൾ ലെസ് ദാൻ ചെയ്തു, അതുപോലെ ഗ്രേറ്റർ ദാനും ഈക്വൽ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? മൾട്ടിപ്പിൾ ആയിട്ടുള്ള വേറെ കുറേ കൺസെപ്റ്റ് ഉണ്ട്, അതും കൂടി ഇങ്ങനെ എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ നോട്ട് ഈക്വൽ. അതുപോലെ ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ നോട്ട് ഈക്വലിനെ കാണിച്ചു തരാം. ഇപ്പം ഞാൻ എന്ത് ചെയ്യുന്നു? ഇപ്പോൾ ഈക്വൽ ആയിട്ടുള്ള ഒരു ഈക്വൽ ആണ് ഇപ്പോൾ നമ്മൾ എന്ത് ചെക്ക് ചെയ്ത്. ഇനി നോട്ട് ഈക്വലിന് വേണ്ടി ആദ്യത്തെ ഒരു ഈക്വൽ കളഞ്ഞതിന് ശേഷം അതെന്ത് ചെയ്യുക? നോട്ട് ഈക്വൽ എന്നുള്ളത് മാറ്റുക, പിന്നെ സേവ് ചെയ്യുക, വീണ്ടും സേവ് ചെയ്യുക. സേവ് ചെയ്തതിന് ശേഷം വീണ്ടും ജാവ കമ്പൈൽ ചെയ്യുക. ജാവ സി സാമ്പിൾ ഡോട്ട് ജാവ എന്നുള്ളത് കമ്പൈൽ ചെയ്തതിന് ശേഷം വീണ്ടും റൺ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുക? ജാവ നമ്മുടെ ഫയൽ നെയിം കൊടുത്തതിന് ശേഷം സംതിങ് എൽസ് എന്നാണ്. കാരണം എന്താ? നമ്മൾ നോട്ട് ഈക്വൽ നമ്പർ ആണോ? അല്ലാത്തത് കൊണ്ട് നേരെ എന്തായി? എൽസിലേക്ക് പോയി. എൽസിലുള്ള സംതിങ് എൽസ് എന്നുള്ള പ്രിൻ്റായി. ഓക്കെ, ഇത് മനസ്സിലായോ? ഇനി നമുക്ക് നേരെ മറിച്ച് ഇതിന് എന്ത് ചെയ്യാം? നമ്പറിനെ 20 എന്നുള്ളത് നമുക്ക് 10 എന്നുള്ളത് മാറ്റി 30 ആക്കി മാറ്റാം. വീണ്ടും സേവ് ചെയ്തു. സേവ് ചെയ്യുമ്പോൾ എന്തായിരിക്കും? റൺ ചെയ്യുമ്പോൾ എന്തായിരിക്കും ഉത്തരം എന്നുള്ളത് നിങ്ങളുടെ മൈൻഡിൽ തന്നെ വന്നിരിക്കണം. എന്തായിരിക്കണം? ഈ പറഞ്ഞ സ്റ്റേറ്റ്, അതായത് ഇഫ് കണ്ടീഷൻ ഉള്ളിലുള്ള സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ എന്താ? ഈക്വൽ എന്ന് കൊടുക്കുന്നു. ആ ഈക്വൽ എന്നുള്ള മാറ്റാം, നോട്ട് ഈക്വൽ എന്നാക്കാം. ഓക്കെ, നോട്ട് ഈക്വൽ എന്നാക്കി. അതൊന്നും കൂടി സേവ് ചെയ്യാണ്. സേവ് ചെയ്തതിന് ശേഷം കമ്പൈൽ ചെയ്യണം. ജാവ സി സാമ്പിൾ ഡോട്ട് ജാവ. ഓക്കെ, കമ്പൈൽ ആയതിനു ശേഷം ജാവ സാമ്പിൾ ഡോട്ട് ജാവ എന്നുള്ളത് നമ്മൾ പ്രിന്റ് ചെയ്യുന്നു. പ്രിന്റ് ചെയ്തപ്പോൾ എന്തായി? നോട്ട് ഈക്വൽ എന്ന് വന്നു. മനസ്സിലായോ? കാരണം എന്താ? നോട്ട് ഈക്വൽ ആണ്. 10 30 ഈക്വൽ ആണോ? അല്ലല്ലോ, നോട്ട് ഈക്വൽ ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇഫ് കണ്ടീഷൻ പഠിച്ചു, എൽസ് പഠിച്ചു, അതുപോലെ കണ്ടീഷൻ എന്താണെന്ന് പഠിച്ചു, സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് പഠിച്ചു, അല്ലേ? അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക. പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതും നല്ല രീതിയിൽ കാണാം. ഈ പോകാനുള്ള എല്ലാ വീഡിയോസ് എന്ത് ചെയ്യും? കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? പോകുന്നത്. അപ്പോൾ അത് നല്ല രീതിയിൽ പഠിക്കുക. കാരണം എന്താ വെച്ചാൽ അത് പഠിച്ചാൽ തന്നെയാണ് അടുത്ത വീഡിയോക്കുള്ള ഒരു ചെയിനാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ഹുക്കാണ്. അപ്പോൾ അത് അങ്ങനെ എന്ത് ചെയ്യും? ഹുക്ക് ഇങ്ങനെ ചെയിനെ പോലെ പോയിക്കൊണ്ടിരിക്കും. അത് നല്ല രീതിയിൽ നോക്കുക, നല്ല രീതിയിൽ പഠിക്കുക. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ടെലിഗ്രാമിൻ്റെ ഗ്രൂപ്പിൽ എന്തെങ്കിലും കയറി ചോദിക്കുക. ഞാൻ വീണ്ടും പറയാണ്, ആ ഡിസ്ക്രിപ്ഷനിലാണ് അതിൻ്റെ ലിങ്ക് ഉള്ളത്. ഓക്കെ, എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും ചോദിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? കൺസിസ്റ്റൻസി ആയിട്ട് നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുക. എന്നാൽ നമുക്ക് നാളെ കാണാം. കീപ് വാച്ചിങ്.